ഒരു നിമിഷം നിൽക്കൂ. മിഥുനം രാശിക്കാരെ, ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ നേരിട്ട് എത്തുന്നതിനു മുൻപ് ഒരു ആഴത്തിൽ ശ്വാസം എടുക്കൂ. കാരണം ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് സാധാരണ ഒരു ജ്യോതിഷ് പ്രവചനമല്ല. ഇത് ബ്രഹ്മാണ്ഡം തന്നെ നിങ്ങൾക്കായി എഴുതിവെച്ച ഒരു സന്ദേശമാണ്. ആകാശത്തെ ഗ്രഹങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ ഒരു വഴിത്തിരിവിലേക്ക് നയിക്കുകയാണ്, അതും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ. മിഥുനം രാശി എന്നത് ബുധൻ ഭരിക്കുന്ന ഒരു ചിന്തയുടെ രാശിയാണ്. ഇരട്ടത്തൊണ്ടിന്റെ ചിഹ്നം ഏന്തിയ ഈ രാശിക്കാർ എപ്പോഴും രണ്ട് ദിശകളിൽ ചിന്തിക്കുന്നവരാണ്, ജീവിതത്തെ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരാണ്. എന്നാൽ ഇന്ന് ആ ജീവിതം തന്നെ ഒരു തിരിവ് എടുക്കാൻ ഒരുങ്ങുകയാണ്. ഒരു അദൃശ്യശക്തി നിങ്ങളുടെ ജീവിതത്തിന്റെ താളം മാറ്റിയെഴുതാൻ ഒരുങ്ങുന്നു. ആ മാറ്റം ഭയപ്പെടുത്തുന്നതാകാം, അല്ലെങ്കിൽ ആശ്ചര്യപ്പെടുത്തുന്നതാകാം. ചിലർക്ക് ഇത് ഒരു അനുഗ്രഹമായി അനുഭവപ്പെടും, ചിലർക്ക് ഒരു പരീക്ഷണമായും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇനി ജീവിതം പഴയതുപോലെ ആയിരിക്കില്ല. ഈ ലോകത്ത് ഓരോ ജനനവും ഒരു കർമ്മകഥയുടെ ആരംഭമാണ്. ആ കഥയിൽ ഗ്രഹങ്ങൾ കഥാപാത്രങ്ങളാണ്, നക്ഷത്രങ്ങൾ സാക്ഷികളാണ്, കാലം ആ കഥ പറയുന്ന ഭാഷയും. മിഥുനം രാശിക്കാരുടെ ജീവിതകഥ ഇപ്പോൾ ഒരു നിർണായക അധ്യായത്തിൽ പ്രവേശിക്കുകയാണ്. ഈ അധ്യായം ദൈവം നേരിട്ട് എഴുതുന്നതാണ്, മനുഷ്യന്റെ ഇച്ഛയ്ക്ക് അതിൽ അധികം പങ്കില്ല. നക്ഷത്രങ്ങൾ ചലിക്കുന്നതുകൊണ്ടല്ല ജീവിതം മാറുന്നത്, ജീവിതം മാറേണ്ട സമയം ആകുന്നതുകൊണ്ട് നക്ഷത്രങ്ങൾ ചലിക്കുന്നതാണ്. ഈ സത്യം ഗ്രഹിക്കൂ. ഒരുപക്ഷേ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നിങ്ങൾ ഒരു അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ടാകും. ഉള്ളിൽ എന്തോ ഒന്ന് മാറണം എന്ന ഒരു തോന്നൽ, ജീവിതം ഏതോ ഒരു പ്രധാന കാര്യം പറയാൻ ശ്രമിക്കുന്നു എന്ന ഒരു ആന്തരിക ശബ്ദം. ആ ശബ്ദം സ്വർഗത്തിൽ നിന്നുള്ളതാണ്. ആ അനുഭവം ഒരു ദൈവിക സൂചനയാണ്. ഈ നിമിഷം, ഈ സന്ദേശം നിങ്ങൾ കാണുന്നത് യദൃച്ഛയാ അല്ല. ഇത് ദൈവം തന്നെ ഒരുക്കിയ ഒരു കൂടിക്കാഴ്ചയാണ്. നിങ്ങളും ഈ സത്യവും തമ്മിലുള്ള ഒരു ദൈവനിർണിത കൂടിക്കാഴ്ച. അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ. ആ വാക്കുകൾ ഒന്നു ചിന്തിക്കൂ. അപ്രതീക്ഷിതം എന്നാൽ മനുഷ്യന്റെ ബുദ്ധിക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തത് എന്നാണ്. മാറ്റം എന്നാൽ ദൈവം നിങ്ങൾക്കു വേണ്ടി ഒരുക്കിയ ഒരു പുതിയ ദിശ എന്നാണ്. ഈ രണ്ട് വാക്കുകളും ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്നത് ഒരു ദൈവിക ഇടപെടൽ. നിങ്ങൾ ഇതിനു തയ്യാറാണോ? ആ ചോദ്യം ഞാൻ ഇന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്. ഉത്തരം നൽകേണ്ടത് നിങ്ങളല്ല, നിങ്ങളുടെ ആത്മാവാണ്. ഇനി ഈ ഗ്രഹചലനങ്ങളുടെ, ഈ കർമ്മ ഊർജങ്ങളുടെ, ഈ ദൈവിക നിർദ്ദേശങ്ങളുടെ ഓരോ വിശദാംശവും നിങ്ങളുമായി പങ്കിടുന്നതിനു മുൻപ് ഒരു ആത്മീയ നിമിഷം. ഈ നിമിഷം നിങ്ങൾ ആരെ ഉള്ളിൽ ധ്യാനിക്കുന്നുവോ ആ ദൈവത്തിന്റെ നാമം ഒന്ന് ഉരുവിടൂ. ആ നാമം ഒരു കവചമാണ്, ഒരു ശക്തിയാണ്, ഒരു ദൈവിക ആലിംഗനമാണ്. നിങ്ങളുടെ ഇഷ്ടദേവരുടെ പേര് ഇവിടെ കമന്റ് ചെയ്യൂ. ആ പേര് ടൈപ്പ് ചെയ്യുന്ന നിമിഷം ആ ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഈ ആത്മീയ ഊർജം ഈ ഇടത്ത് ഒഴുകട്ടെ. ആ ദൈവിക നാമങ്ങളുടെ ശക്തി ഈ ഇടം മുഴുവൻ നിറയട്ടെ. ഈ സന്ദേശം സ്നേഹത്തോടെ നിങ്ങൾ ആരെ കരുതുന്നുവോ ആ ആളോടും പങ്കിടൂ. കാരണം ചിലപ്പോൾ ദൈവം ഒരു സന്ദേശം ഒരാളിലൂടെ മറ്റൊരാളിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങൾ ആ ദൈവദൂതൻ ആകട്ടെ. ഇനി ഈ ജ്യോതിഷ ആചാര്യനോടൊപ്പം ഒരു ആഴ്ചക്കൂടൽ ആഗ്രഹിക്കുന്നവർ, ജനനകുണ്ടലി വിശകലനം, ദശാപഹാര ഗണന, ജീവിതത്തിലെ കർമ്മദോഷ ചികിത്സ, വിവാഹ പൊരുത്ത പരിശോധന ഇവ ആഗ്രഹിക്കുന്നവർ ഈ അടിക്കുറിപ്പ് ഭാഗത്ത് നൽകിയിരിക്കുന്ന വിശദാംശങ്ങൾ ഒന്ന് നോക്കൂ. ആ ദൈവിക വഴിതുറക്കൽ നിങ്ങൾക്കു വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനി ഗ്രഹങ്ങളുടെ ലോകത്തിലേക്ക് കടക്കാം. കാരണം ആകാശം ഇന്ന് ഒരു കഥ പറയുകയാണ്, മിഥുനം രാശിക്കാർക്ക് മാത്രമായി. ഗുരു അഥവാ ബൃഹസ്പതി. ഈ ഗ്രഹം ജ്യോതിഷത്തിൽ ദേവഗുരുവാണ്, ദൈവിക കൃപയുടെ ഗ്രഹമാണ്. ഗുരുവിന്റെ ദൃഷ്ടി ഒരു രാശിയിൽ പതിക്കുമ്പോൾ ആ ജീവിതത്തിൽ ഒരു ദൈവിക ഉണർവ് ഉണ്ടാകും. ഇപ്പോൾ ഗുരു ഒരു സവിശേഷ സ്ഥാനത്ത് ചലിക്കുകയാണ്. ഈ ചലനം മിഥുനം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു ത്രികോണ ഊർജം സൃഷ്ടിക്കുകയാണ്. 9-ാം ഭാവം, 1-ാം ഭാവം, 5-ാം ഭാവം ഇവ തമ്മിൽ ഒരു ദൈവിക ത്രിഭുജം ഉണ്ടാകുകയാണ്. ഭാഗ്യം, ആരോഗ്യം, ബുദ്ധി ഇവ ഒരുമിച്ച് ഒഴുകുന്ന ഒരു ഊർജ്ജ ചാനൽ. ഇത് നിങ്ങൾ ഒരിക്കലും നേരത്തെ അനുഭവിക്കാത്ത ഒരു ദൈവിക ഊർജ്ജ ഒഴുക്കാണ്. ഗുരുവിന്റെ ഈ ദൃഷ്ടി നിങ്ങൾക്ക് ഉത്സാഹം നൽകും, ഒരു പുതിയ ദിശ കാണിക്കും. ദീർഘകാലമായി ഉള്ളിൽ കിടക്കുന്ന ഒരു ആഗ്രഹം, ഒരു സ്വപ്നം ഇനി ഉണർന്നു വരുന്നതിനുള്ള ശക്തി ലഭിക്കും. ചിലർക്ക് ഈ ഊർജ്ജം ഒരു ഗുരുവിന്റെ രൂപത്തിൽ, ഒരു ബന്ധുവിന്റെ സഹായത്തിൽ, ഒരു പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരത്തിൽ വരും. ഗുരു ഒരു ദൈവദൂതനാണ്. ആ ദൂതൻ ഇന്ന് നിങ്ങളുടെ ജീവിതദ്വാരം മുട്ടുകയാണ്. തുറക്കൂ. പക്ഷേ ഗുരുവിന്റെ ഈ അനുഗ്രഹം ഒരു ഉത്തരവാദിത്തവും കൊണ്ടുവരുന്നുണ്ട്. ഗുരു നൽകുന്ന ഊർജം ഉപയോഗിക്കേണ്ടത് ദൈവഹിതത്തിനനുസരിച്ചാണ്. സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കായി ഈ ഊർജം ഉപയോഗിക്കുന്ന നിമിഷം ആ ഊർജം ദൈവം തിരിച്ചെടുക്കും. ഈ കാര്യം ഓർക്കൂ. ഗുരുവിന്റെ ദൃഷ്ടി ലഭിക്കുന്ന ഓരോ നിമിഷവും ഒരു ദൈവിക ഉടമ്പടി കൂടിയാണ്. ആ ഉടമ്പടി ആദർശം, ധർമ്മം, സത്യം ഇവ ഉയർത്തിപ്പിടിക്കാനുള്ളതാണ്. ഇനി ശനിദേവൻ. ഈ ഗ്രഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ചിലർ ഭയക്കും. പക്ഷേ ഒരു സത്യം മനസ്സിലാക്കൂ. ശനി ശത്രുവല്ല, ശനി ഒരു കർമ്മഗുരുവാണ്. ജീവിതത്തിൽ ഒരു ക്ലാസ് ടീച്ചർ ഉള്ളതുപോലെ ദൈവം ശനിയെ ഒരു കർമ്മഗുരുവായി ആകാശത്ത് നിർത്തിയിരിക്കുകയാണ്. ആ ഗുരു ശിക്ഷിക്കുന്നില്ല, ശിക്ഷണം നൽകുകയാണ്.
ആ ഗുരു തകർക്കുന്നില്ല, ഉടയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഉള്ളിലെ ദുർബലതകൾ, ഭ്രമങ്ങൾ, അഹന്തകൾ ഇവ ഉടയ്ക്കാൻ. ഇപ്പോൾ ശനി മിഥുനം രാശിക്കാർക്ക് ഒരു സവിശേഷ ദൃഷ്ടി വീഴ്ത്തുകയാണ്. ഈ ദൃഷ്ടി ജീവിതത്തിൽ ഒരു ഭാരം പോലെ അനുഭവപ്പെടാം. ചിലർക്ക് ജോലിയിൽ, ബന്ധങ്ങളിൽ, ആരോഗ്യത്തിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു മർദ്ദം അനുഭവപ്പെടാം. ഈ മർദ്ദം ഒഴിഞ്ഞുമാറൽ അല്ല ഉത്തരം, ഈ മർദ്ദത്തെ അഭിമുഖീകരിക്കുക എന്നതാണ്. ശനി ആ ധൈര്യം ആഗ്രഹിക്കുകയാണ്. ജീവിതത്തിൽ ഏതൊരു കാര്യത്തെ നിങ്ങൾ ഭയന്ന് ഒഴിഞ്ഞുമാറുകയാണോ, ശനി ആ കാര്യം നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരും. ഓടിക്കോ, ശനി പിന്നാലെ വരും. നേരിടൂ, ശനി വഴിമാറും. ഇതാണ് ശനിയുടെ ഭാഷ. ഇനി രാഹുകേതു. ഈ രണ്ട് ഛായാഗ്രഹങ്ങൾ ഒരേ ആഭരണ ശൃംഖലയുടെ രണ്ടറ്റങ്ങളാണ്. കർമ്മ ഭൂതകാലവും കർമ്മഭാവിയും. രാഹു നമ്മൾ ഭൗതികമായി ആഗ്രഹിക്കുന്ന ദിശ കാണിക്കുന്നു, കേതു നമ്മൾ ആത്മീയമായി ഉപേക്ഷിക്കേണ്ട ആഴം കാണിക്കുന്നു. ഇപ്പോൾ ഈ ഛായാഗ്രഹങ്ങൾ മിഥുനം രാശിക്കാരുടെ 1-ാം ഭാവത്തിലും 7-ാം ഭാവത്തിലും നിൽക്കുകയാണ്. ഇത് ഒരു ആത്മബന്ധ ഊർജ്ജക്ഷോഭ അക്ഷമാണ്. ഇതിന്റെ അർത്ഥം ഈ കാലത്ത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഴത്തിലുള്ള ഉലച്ചിൽ ഉണ്ടാകും. ഞാൻ ആർ? ഈ ബന്ധങ്ങൾ എന്തിനു വേണ്ടി? ഈ ജീവിതം ഈ ദിശയിൽ ശരിയാണോ? ഇത്തരം ചോദ്യങ്ങൾ ഉള്ളിൽ ഉയർന്നുവരും. ഈ ചോദ്യങ്ങൾ ദൗർബല്യമല്ല, ഉണർവ് ആണ്. ഈ ആന്തരിക ഉണർവ് ഒരു ആത്മശോധനയ്ക്കുള്ള ദൈവക്ഷണമാണ്. ആ ക്ഷണം നിരസ്കരിക്കരുത്. ഈ നിമിഷം നിങ്ങൾ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. ഏത് ബന്ധം നിങ്ങൾക്ക് ഊർജം നൽകുന്നു, ഏത് ബന്ധം ഊർജം ചോർത്തുന്നു? ഈ ഒരു ചോദ്യം ഉള്ളിൽ ചോദിക്കൂ. ഉത്തരം ഉള്ളിൽ നിന്നു വരും. ഗ്രഹങ്ങൾ ആ ഉത്തരം കൊടുക്കുന്ന ദൈവിക ഭാഷ മാത്രമാണ്. ഈ ഗ്രഹഘടന ഒരു കർമ്മഘട്ടം മാറ്റമാണ്, ഒരു ജീവിതഘട്ടം അടഞ്ഞ് പുതിയ ഒരു ഘട്ടം ആരംഭിക്കുന്ന ഒരു ദൈവിക നിമിഷം. ഈ നിമിഷം ഭയന്ന് നിൽക്കരുത്. ഈ നിമിഷം ഒഴുകൂ. കൃഷ്ണ ഭഗവാൻ ഗീതയിൽ പറഞ്ഞതുപോലെ, ഫലത്തിൽ ആസക്തി ഉണ്ടാകരുത്, കർമ്മം ചെയ്യൂ. ആ ഫലം ദൈവത്തിൻ്റേതാണ്. ഇനി ഈ ഘട്ടത്തിൽ, ഈ ദൈവിക ഗ്രഹ ഊർജ്ജ ഒഴുക്കിൽ നിങ്ങൾ ചില ആത്മീയ കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇത് ഒരു ഉപദേശമല്ല, ഒരു ദൈവിക ആഹ്വാനമാണ്. ഗുരുദോഷ പരിഹാരത്തിനായി എല്ലാ ബൃഹസ്പതി ദിവസവും, അതായത് വ്യാഴാഴ്ചകളിൽ, ഒരു ക്ഷേത്രത്തിൽ പോകൂ. ഗുരു ഭഗവാന്റെ, ദക്ഷിണാമൂർത്തിയുടെ, ബൃഹസ്പതിയുടെ ഏത് പ്രതിഷ്ഠ ഉണ്ടോ ആ ദൈവത്തിന് മഞ്ഞ വസ്ത്രം, മഞ്ഞ പുഷ്പം, ഒരു പഴം ഇവ സമർപ്പിക്കൂ. ഈ ആചാരം ലളിതമാണ്, പക്ഷേ ഊർജം അതിശക്തമാണ്. ഗുരുഭഗവാൻ ഈ ഭക്തിക്ക് ഉത്തരം നൽകും, ജ്ഞാനം കൊടുക്കും, ദിശ കൊടുക്കും. ശനി ദോഷ പരിഹാരത്തിനായി ശനിയാഴ്ച ദിവസം ഒരു ദരിദ്ര കുടുംബത്തിന് ഭക്ഷണം നൽകൂ. ഒരു കറുത്ത എള്ള് വിളക്ക് ശനിഭഗവാന്റെ മുൻപിൽ കത്തിക്കൂ. ഈ കർമ്മം ദൈവം ശ്രദ്ധിക്കും. ശനി ദോഷം ഒഴിഞ്ഞ് ആ ഊർജം ആനുകൂല്യമാകും. ഓർക്കൂ, ദൈവഭക്തി ഒരു ചടങ്ങ് അല്ല, ഒരു ആന്തരിക അവസ്ഥ ആണ്. ആ ആന്തരിക അവസ്ഥ ഉണ്ടെങ്കിൽ ഏത് ഉപദേശവും ഫലിക്കും. രാഹുകേതു ദോഷശമനത്തിന് ദേവിക്ഷേത്രം സന്ദർശിക്കൂ. ഭദ്രകാളി, ദേവി ഭഗവതി, ആദിപരാശക്തി ഈ രൂപങ്ങളിൽ ദേവിക്ക് ആരാധന നടത്തൂ. ദേവി ആ ഛായാഗ്രഹങ്ങളുടെ ദോഷം ഏറ്റെടുക്കും. ഒരു ദർഭ കൊണ്ട് ദേഹം ഒരു തവണ തൊടൂ, ആ ദർഭ ദേവി നടയിൽ ഇടൂ. ഈ ഒരു ആചാരം ദോഷ ഊർജം ദേഹത്തുനിന്ന് ഒഴിക്കും. ദേവി സ്തുതി ഏതെങ്കിലും ഒന്ന്, ലളിതാസ് ഹസ്രനാമം, ദേവി മഹാത്മ്യം, ഇത് ദിവസവും ഒരു ഭാഗമെങ്കിലും ഓതൂ. ആ ദൈവിക നാമശക്തി ജീവിതത്തെ ഒരു രക്ഷാകവചം ഉണ്ടാക്കും. ഇനി ഇതിനൊക്കെ അപ്പുറം ഒരു ആത്മശുദ്ധി ആചാരം. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കും മുൻപ് ഒരു നിമിഷം കണ്ണടക്കൂ. ഉള്ളിൽ ഒരു ദൈവരൂപം ഭാവന ചെയ്യൂ. ആ ദൈവം നിങ്ങൾ ആകുന്ന ആ ഒരു നിമിഷം ഒരു ആഴത്തിലുള്ള ശ്വാസം എടുക്കൂ. ആ ദൈവ ഊർജം ശ്വാസത്തിലൂടെ ഉള്ളിലേക്ക് വലിക്കൂ. ഈ ഒരു ദൈനംദിന ആചാരം നിങ്ങളുടെ ജീവിതത്തെ ആഴത്തിൽ മാറ്റും. ഗ്രഹദോഷ ചികിത്സ ക്ഷേത്രത്തിലല്ല, ഉള്ളിൽ ആണ് ആരംഭിക്കുന്നത്. ആ ഉള്ളിൽ ദൈവമുണ്ടെങ്കിൽ ഏത് ഗ്രഹദോഷവും ഒരു ദൈവ ഉദ്ദേശ്യം ആയി മാറും. പ്രിയ മിഥുനം രാശിക്കാരെ, ഈ ഗ്രഹനിലയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കേണ്ട സമയം ഇപ്പോഴാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്ന ഓരോ ചലനത്തിനും പിന്നിൽ ഒരു ദിവ്യ കയ്യൊപ്പുണ്ട്. ആ സത്യം ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ തുറന്നുവെക്കുകയാണ്. ഗുരു ഭഗവാൻ ഇപ്പോൾ നിങ്ങളുടെ രാശിയിൽ ഒരു അഗ്നിസ്ഫുലിംഗം പോലെ പ്രകാശിക്കുകയാണ്. വൃഷഭ രാശിയിൽ നിന്ന് ഗുരു മിഥുനത്തിലേക്ക് നീങ്ങുന്ന ഈ ഗ്രഹഗതി ആരുടെ ജീവിതത്തിലും ഒരിക്കൽ മാത്രം ഇത്ര ശക്തമായി അനുഭവപ്പെടുന്ന ഒന്നാണ്. ഗുരുവിന്റെ ദൃഷ്ടി നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് പതിക്കുമ്പോൾ ജീവിതം ഒരു പൂർണ്ണവൃത്തം പൂർത്തിയാക്കുകയാണ്. വർഷങ്ങളായി നിങ്ങൾ കാത്തിരുന്ന, ആഗ്രഹിച്ചിരുന്ന, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിരുന്ന ആ ഒരു കാര്യം, അത് ഇനി ഒരു സ്വപ്നം മാത്രമല്ല. ഗുരുവിന്റെ അനുഗ്രഹം ആ ആഗ്രഹത്തെ യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുകയാണ്. ഗുരു നൽകുന്ന ഈ ഊർജം ഒരേ സമയം ബൗദ്ധിക ശക്തിയും ആത്മീയ ഉണർവുമാണ്. മിഥുനം ഒരു ബുദ്ധഗ്രഹശാസിത രാശിയാണ്. ഗുരുവും ബുദ്ധനും ഒരേ ദിശയിൽ ഒത്തുചേരുമ്പോൾ ജ്ഞാനം കൂടുതൽ ശക്തിപ്പെടുന്നു. നിങ്ങളുടെ ചിന്തകൾ കൂർമ്മതയേറുന്നു. വാക്കുകൾക്ക് ഒരു പ്രത്യേക ഭാരം ലഭിക്കുന്നു. ആളുകൾ നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. ഇക്കാലത്ത് നിങ്ങൾ ഒരു വലിയ തീരുമാനം എടുക്കേണ്ടി വന്നാൽ ഗുരുവിന്റെ ദൃഷ്ടി നിങ്ങളോടൊപ്പമുണ്ട് എന്ന് ഓർക്കണം. തെറ്റുകൾ ഭവനത്തിൽ, ജോലിയിൽ, ജീവിതത്തിൽ ഇനി ആവർത്തിക്കരുത്. ഗുരു ഈ കാലഘട്ടം നൽകുന്നത് ഒരു അവസരമാണ്, ശിക്ഷ അല്ല. ആ അവസരം ഉപയോഗിക്കണം.
ശനി ഭഗവാൻ ഇപ്പോൾ നിങ്ങളുടെ 9-ാം ഭാവത്തിലാണ്. ഭാഗ്യസ്ഥാനത്ത് ശനിയുടെ സ്ഥാനം. ഇത് ഒരു വൈരുദ്ധ്യമായി തോന്നാം. ഭാഗ്യം, ധർമ്മം, ദൈവവിശ്വാസം, ഈ വിഷയങ്ങളെ ശനി കർശനമാക്കുകയാണ്. ശനി ഒരിക്കലും ഫലം വേഗത്തിൽ നൽകില്ല. ആ ദേവൻ കർമ്മത്തിന്റെ ദേവൻ ആണ്. നിങ്ങൾ ഇതുവരെ ചെയ്ത നന്മകൾ, ഒഴുക്കിവിട്ട കണ്ണുനീർ, ഇരുൾ മൂടിയ രാത്രികളിൽ ക്ഷമിച്ചു കടന്നുപോയ നിമിഷങ്ങൾ, ഇവ ഒന്നും ശനി മറന്നിട്ടില്ല. 9-ാം ഭാവത്തിൽ ശനിയുള്ള ഈ കാലം കർമ്മഫലത്തിന്റെ ഒരു ദീർഘമായ കണക്കുകൂട്ടൽ ഘട്ടമാണ്. ക്ഷമ, ദൃഢനിശ്ചയം, ആത്മസൂക്ഷ്മത, ഈ ഗുണങ്ങൾ ഇക്കാലത്ത് ഏറ്റവും വലിയ ആഭരണമാണ്. ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ 11-ാം ഭാവത്തിലും ആദ്യ ഭാവത്തിലും 3-ാം ഭാവത്തിലും ഒരേ സമയം പ്രവർത്തിക്കുന്നു. ലാഭം, ആത്മബോധം, ശക്തി, ഈ 3 മേഖലകളിലും ശനി ഒരു ഗൗരവമായ ഒരു ചോദ്യം ഉയർത്തുകയാണ്. നിന്റെ ജീവിതം ശരിയായ ദിശയിൽ ആണോ എന്ന ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ട സമയമാണ് ഇത്. ഈ ഗ്രഹഗതി ഭയക്കേണ്ടതല്ല, മറിച്ച് ഇത് ഒരു ദിവ്യ ഓഡിറ്റാണ്, നിങ്ങളുടെ ആത്മാവിന്റെ ഒരു കണക്കെടുപ്പ്. രാഹുവും കേതുവും ഇക്കാലത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഗ്രഹ ഊർജ്ജങ്ങളാണ്. രാഹു ഇപ്പോൾ മീനരാശിയിൽ ആണ്. ഇത് മിഥുനത്തിന്റെ 10-ാം ഭാവമായ തൊഴിൽ സ്ഥാനത്ത് ഒരു നേർക്കുനേർ ദൃഷ്ടി ഉണ്ടാക്കുന്നു. തൊഴിൽ, ജീവിതലക്ഷ്യം, സമൂഹത്തിൽ ഉള്ള സ്ഥാനം, ഈ മേഖലകളിൽ ഒരു കൊടുങ്കാറ്റ് ആരംഭിക്കുകയാണ്. ഈ കൊടുങ്കാറ്റ് ഭയക്കേണ്ടതല്ല. ഒരു ഭൂകമ്പം ഭൂമിയെ ഉലയ്ക്കുന്നു, പക്ഷേ ഉറച്ച അടിത്തറ ഉള്ള ഒരു കെട്ടിടം നിലനിൽക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ആ ഉറച്ച അടിത്തറ ഉണ്ടെങ്കിൽ ഈ കൊടുങ്കാറ്റ് നിങ്ങളെ ഒരു ഉയരത്തിൽ എത്തിക്കും. ഇല്ലെങ്കിൽ ഇത് ഒരു ഉണർത്തൽ ആകും. കേതു നിങ്ങളുടെ 4-ാം ഭാവത്തിൽ ആണ്. ഗൃഹം, മാതാവ്, മനഃശാന്തി, ആന്തരിക സ്ഥിരത, ഈ വിഷയങ്ങളിൽ ഒരു ആഴമായ ഉൾവലിവ് നിങ്ങൾ അനുഭവിക്കും. ഒരു പക്ഷേ ഭൗതിക ജീവിതത്തോടുള്ള ആകർഷണം കുറഞ്ഞ് ആത്മീയതയോടുള്ള ചായ്വ് കൂടും. ഇക്കാലത്ത് ഒരു ആത്മീയ ഗ്രന്ഥം വായിക്കാൻ തോന്നും. ഒരു ക്ഷേത്രത്തിൽ ദീർഘനേരം ഇരിക്കാൻ തോന്നും. ഇവ കേതുവിന്റെ ദൈവിക ഓർമ്മപ്പെടുത്തലുകൾ ആണ്. നിങ്ങൾ ഈ ഭൂമിയിൽ ഒരു ആത്മീയ ജീവിയാണ്, ഭൗതിക അനുഭവം ആസ്വദിക്കുന്ന ഒരു ആത്മാവ്. കേതുവിന്റെ ഈ ദൃഷ്ടി ആ ഓർമ്മ ഉണർത്തുകയാണ്. ഈ ഗ്രഹ ഊർജ്ജങ്ങൾ ഒത്തുചേരുമ്പോൾ ജീവിതത്തിൽ ഒരു കർമ്മഗ്രഹണം ആരംഭിക്കുന്നു. പഴയ ബന്ധങ്ങൾ ഒടിഞ്ഞു വീഴും. പഴയ ശീലങ്ങൾ ഛേദിക്കപ്പെടും. ആ ഒടിയൽ വേദനിക്കും, ആ ഛേദനം ചോര ഒലിപ്പിക്കും. പക്ഷേ ആ വേദനക്കപ്പുറം ഒരു നവജീവൻ ആരംഭിക്കുന്നു. ഒരു സൂര്യോദയം ഒരിക്കലും ഇരുൾ കൂടാതെ ഉണ്ടായിട്ടില്ല. മിഥുനം രാശിക്കാർ ഈ സത്യം ഇന്ന് ഹൃദയത്തിൽ ഏറ്റുവാങ്ങണം. ഈ ദൈവിക ഘട്ടത്തിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആത്മശുദ്ധിയാണ്. ഒരു ശാന്തമായ പ്രഭാതത്തിൽ ഉദിക്കുന്ന സൂര്യനെ നോക്കി ഒരു ദീർഘനിശ്വാസം എടുക്കുക. ആ നിശ്വാസം കേവലം ഒരു ശ്വാസം അല്ല, അത് ഒരു പ്രാർത്ഥനയാണ്, ഒരു ദൈവസ്തുതിയാണ്, ഒരു കർമ്മശുദ്ധിയാണ്. ഗ്രഹദോഷങ്ങൾ ഒഴിഞ്ഞുമാറണമെങ്കിൽ ഭൗതിക ക്രിയകൾ മാത്രം പോരും. ഹൃദയത്തിന്റെ ശുദ്ധി, ആത്മാവിന്റെ നന്മ, ഇവ ഒന്നിക്കുമ്പോഴാണ് ഒരു യഥാർത്ഥ ഗ്രഹശാന്തി ഉണ്ടാകുന്നത്. ബുദ്ധൻ ആരാധന ഈ ഘട്ടത്തിൽ ഏറ്റവും ഉചിതമായ ഒരു ഉപായമാണ്. ബുദ്ധൻ മിഥുനത്തിന്റെ അധിപഗ്രഹമാണ്. ബുദ്ധഗ്രഹത്തിന്റെ ആരാധന ഗ്രഹബലം കൂട്ടുക മാത്രമല്ല, ജ്ഞാനം, വാക്ചാതുര്യം, ബൗദ്ധിക ഉൾക്കാഴ്ച, ഇവ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഓരോ ബുധനാഴ്ചയും ഒരു ക്ഷേത്രത്തിൽ പോകുക. ഭഗവന്റെ മുന്നിൽ ഒരു ദീപം കൊളുത്തുക. ആ ദീപജ്വാലയോട് ഒരു കാര്യം ചോദിക്കുക: ഞാൻ ഇനി ഏത് ദിശയിൽ പോകണം? ആ ഉത്തരം ആ ജ്വാലയിൽ നിന്ന് ഉള്ളിലേക്ക് വരും. ഒരു ദിവ്യ ഉത്ബോധമായി. വിഷ്ണുവിനെ ആരാധിക്കുന്നത് ഈ ഘട്ടത്തിൽ ഗുരുവിന്റെ ദോഷഫലങ്ങൾ ഒഴിഞ്ഞുമാറാൻ സഹായിക്കും. ഓരോ വ്യാഴാഴ്ചയും ഒരു മഞ്ഞപ്പൂ, ഒരു ഹരിദ്രദ്രവ്യം, ഇവ ഭഗവത്പാദത്തിൽ സമർപ്പിക്കണം. ഗുരു ഒരു ദൈവഗ്രഹമാണ്. ദൈവഗ്രഹങ്ങൾ ദൈവ ആരാധനയോട് ഏറ്റവും ഭദ്രമായി പ്രതിക്രിയ ചെയ്യുന്നു. ഈ ഒരു ലളിതമായ ക്രിയ നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് ഒരു ദ്വാരം തുറക്കും. ആ ദ്വാരത്തിലൂടെ ദൈവ അനുഗ്രഹം ഒഴുകിവരും. ശനിയുടെ ദോഷഫലം ഒഴിഞ്ഞുമാറണം എന്നുണ്ടെങ്കിൽ ഹനുമത് ഭക്തി ഏറ്റവും ഫലപ്രദമാണ്. ഓരോ ശനിയാഴ്ചയും ഹനുമത് ക്ഷേത്രത്തിൽ പോകുക. ഒരു എണ്ണ ദീപം കൊളുത്തുക. ഹനുമത് ചാലിസ ഒരു തവണ ഭക്തിയോടെ ജപിക്കുക. ശനി ഭഗവാൻ ഹനുമത് ഭക്തരെ ഒരിക്കലും ദ്രോഹിക്കില്ല. കർക്കശ ഭഗവാനാണ്, ക്രൂരൻ അല്ല. ഭക്തിയോടും ക്ഷമയോടും അടുക്കുന്നവരെ ശനി ഒരിക്കലും കൈവിടില്ല. രാഹുവിന്റെ ഊർജം ഒഴുങ്ങി നിൽക്കണം എന്നുണ്ടെങ്കിൽ ദുർഗദേവിയെ ആരാധിക്കണം. ഓരോ ദിവസവും ദേവിയുടെ ഒരു ഫോട്ടോ മുന്നിൽ വെച്ച് ഒരു ദീപം കൊളുത്തി ഒരു ലളിതമായ മന്ത്രം ഹൃദയപൂർവ്വം ഉരുവിടുക. ഓം ദുർഗദേവ്യൈ നമ എന്ന ആ ലളിതനാദം രാഹുവിന്റെ ഛായ ഊർജത്തെ നിർമ്മലമാക്കും. ദേവി ഒരു ഊർജ ശക്തിയാണ്. ആ ശക്തി ഉള്ളിൽ ഉണർന്നാൽ ഒരു ഗ്രഹദോഷത്തിനും ആ ഊർജത്തെ തളർത്താൻ കഴിയില്ല. കേതുവിന്റെ ആന്തരിക ഉൾവലിവ് ഒരു ആശ്രം ഭക്തിയോ ധ്യാനമോ ആകട്ടെ, ദിവസവും ഒരു ചെറിയ ധ്യാനം, 5 മിനിറ്റ് ആകട്ടെ, ദൈവചിന്ത ആകട്ടെ, ഇവ കേതുവിന്റെ ഊർജത്തെ ഒരു ആത്മീയ ശക്തിയാക്കി മാറ്റും. ഒരു ദോഷമാകാൻ ഇടം കൊടുക്കരുത്. ഓർക്കണം, ഒരേ ഗ്രഹ ഊർജം ഒരാൾക്ക് ദോഷമാകുന്നത് മറ്റൊരാൾക്ക് ഒരു ദൈവദൂതനാകുന്നു. വ്യത്യാസം ആ ഊർജം ഏതു ഭാഗത്തേക്ക് ഉപയോഗിക്കുന്നു എന്നതിൽ ആണ്. ഇനി ഒരു ഭൗതിക ഉപായം.
ഈ ഗ്രഹ ഊർജ്ജ ഘട്ടത്തിൽ ഒരു ദരിദ്ര കുഞ്ഞിന് ഒരു ഭക്ഷണം കൊടുക്കുക, ഒരു ദേശാടകൻ ആയ ഒരു ബ്രാഹ്മണൻ ഒരു ദക്ഷിണ നൽകുക, ഒരു ഗോഗ്രാസം നൽകൂ. ഈ ലളിതമായ ദാനക്രിയകൾ ഒരു ജ്യോതിഷഗ്രഹ ശാന്തി ദ്രവ്യം ആകും. ദൈവം ദ്രവ്യത്തെ അല്ല, ഭക്തിയെ ആണ് കണക്കാക്കുന്നത്. ഒരു ചെറിയ ഭക്തിയോടെ ചെയ്ത ഒരു ചെറിയ ദാനം ഒരു വലിയ ഗ്രഹദോഷഫലത്തെ ഒഴിഞ്ഞുമാറ്റും. ഇനി ജോലി, ബിസിനസ്, ധനം, ഈ മേഖലകളിൽ ഈ ഗ്രഹഘട്ടം നിങ്ങൾക്ക് എന്ത് നൽകുന്നു എന്ന് നോക്കാം. ജോലി ചെയ്യുന്ന മിഥുനം രാശിക്കാർക്ക് ഈ ഘട്ടം ഒരു ദ്വിമുഖ വഴിത്തിരിവ് ആണ്. ഒരു ഭാഗത്ത് ഗുരുവിന്റെ അനുഗ്രഹം, മറ്റു ഭാഗത്ത് ശനിയുടെ കർശനം. ഗുരു നിങ്ങൾക്ക് ഒരു പുതിയ അവസരം കൊണ്ടുവരുന്നു, ഒരു ഉദ്യോഗ ഉയർച്ച, ഒരു പുതിയ ഉത്തരവാദിത്വം, ഒരു ഉന്നതരുടെ ദൃഷ്ടി. ഇവ ഗുരു ഈ ഘട്ടത്തിൽ നൽകും. ആദ്യ 14 ദിവസം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഒരു പുതിയ ഓഫർ വരാൻ സാധ്യതയുണ്ട്. ആ ഓഫർ പെട്ടെന്ന് തിരസ്കരിക്കരുത്. ഗുരു ഉദ്ദേശിക്കാതെ ഒരു ദ്വാരം തുറക്കുകയില്ല. ശനി ഈ ഘട്ടത്തിൽ ജോലി ചെയ്യുന്ന തൊഴിൽ സ്ഥലത്ത് ചില ഉരസലുകൾ ഉണ്ടാക്കും. ഒരു സഹജോലിക്കാരൻ, ഒരു ഉദ്യോഗസ്ഥൻ, ഒരു ഉപരി ഉദ്യോഗസ്ഥൻ, ഇവരിൽ ആരെങ്കിലും ഒരു വിരോധഭാവം കൈക്കൊള്ളും. ആ ഘട്ടത്തിൽ ക്ഷമ ആവശ്യം. ഒരു ഹൂണ്ടിൽ ഹൃദയം ആകരുത്. ഒരു ജ്വലനം ഉള്ളിൽ ഉണ്ടെങ്കിൽ ആ ജ്വലനം ജ്ഞാനമായി പ്രകടിപ്പിക്കണം, ക്രോധമായി അല്ല. ശനിക്ക് ക്ഷമ ഏറ്റവും ഇഷ്ടം. ആ ക്ഷമ കാട്ടിയാൽ ശനി ഒരു നീതി ഉറപ്പു നൽകും. ബിസിനസ് ചെയ്യുന്ന മിഥുനം രാശിക്കാർക്ക് ഈ ഘട്ടം ഒരു വലിയ ഉണർവിന്റെ കാലമാണ്. ഗുരുവിന്റെ ഊർജം ഒരു പ്ലസ് ആണ്. ഒരു പുതിയ ക്ലയന്റ്, ഒരു പുതിയ ഒപ്പ്, ഒരു ഒത്തുതീർപ്പ്, ഇവ ആദ്യ ആഴ്ചകളിൽ ഉണ്ടാകും. പക്ഷേ ഒരു ജാഗ്രത, ഈ ഘട്ടത്തിൽ ഒരു ബൃഹത് ഉടമ്പടിയിൽ ഒപ്പ് ഇടുന്നതിനു മുൻ ഒരു ആത്മചോദ്യം ചോദിക്കണം. ഈ തീരുമാനം ദീർഘകാലത്ത് ഗുണം ചെയ്യുമോ? ഗുരു ഒരു ദൂരദർശ ഗ്രഹമാണ്. ആ ദൂരദർശത ഉപയോഗിക്കണം. ഹ്രസ്വകാല ലാഭം കണ്ട് ദീർഘകാല ഗൗണം ത്യജിക്കരുത്. ധനകാര്യ വിഷയത്തിൽ ഈ ഘട്ടം ഒരു ശക്തമായ ഉണർവ് ആകും. ഒരു പഴയ കടം തീരും, ഒരു നഷ്ടം തിരികെ കിട്ടും, ഒരു ഉദ്ദേശിക്കാത്ത ഒരു ധനലാഭം ഒരു ചെറിയ ഭാഗ്യദ്വാരത്തിൽ നിന്ന് ഒഴുകിവരും. ഈ ധനം ദ്രവ്യലക്ഷ്മിയുടെ ഒരു ദൈവദാനമാണ്. ഒരു ദൈവദാനം ഒരിക്കലും ഒറ്റ ഒഴുക്കിൽ ഉണ്ടാകില്ല. ഗ്രഹശക്തി ഉള്ളിടത്തോളം ആ ഒഴുക്ക് തുടരും. ഈ ഘട്ടത്തിൽ ധനം ആസൂത്രിതമായി ഉപയോഗിക്കണം. അനാവശ്യ ചെലവ്, ഒരു ആഭരണഭ്രമം, ഒരു ആഡംബര ആഗ്രഹം, ഇവ ഒഴിവാക്കണം. ശനി ഇക്കാലത്ത് ആഡംബരത്തെ ശിക്ഷിക്കും, ലളിതതയെ ഉയർത്തും. ആദ്യ 7 ദിവസം ഒരു ചെറിയ ഉണർവ് അനുഭവപ്പെടും. പൾസ് ഒരൽപ്പം ഭാരം ഏറ്റേക്കാം. ഒരു പ്രതീക്ഷ ഉള്ളിൽ ഉദിക്കും. 14-ാം ദിവസം ആകുന്നതോടെ ഒരു വ്യക്തതയുണ്ടാകും. ഏത് വഴി, ഏത് ദിശ, ഏത് തീരുമാനം, ഇവ ഒരു ദൈവ ഉൾബോധം ആയി ഉള്ളിൽ നിന്ന് ഉദിക്കും. ആ ഉൾബോധത്തെ വിശ്വസിക്കണം. ഗ്രഹ ഊർജം ഉള്ളിൽ ഒരു ദൈവ ഉൾബോധം ആയി മാറുന്നു. ആ ഉൾബോധം ഒരു ദൈവദൂതനാണ്. ഇനി പ്രണയം, വിവാഹം, കുടുംബജീവിതം, ഈ ഭൂമിയിൽ ഒരു ആത്മാവിന് ഏറ്റവും ആഴമായ അനുഭൂതി നൽകുന്ന ഈ ബന്ധങ്ങളിൽ ഈ ഗ്രഹഗതി എന്ത് ഫലം ഉണ്ടാക്കുന്നു? മിഥുനം രാശിക്കാർ ഒരു ആഴമായ ഹൃദയഗ്രഹ ഘട്ടത്തിലൂടെ കടന്നു പോകുകയാണ്. ഗുരു 7-ാം ഭാവത്തിൽ ദൃഷ്ടി നൽകുന്നു. 7-ാം ഭാവം ജീവിത ഇന, ദീർഘകാല ബന്ധം, ഒരു ആത്മബന്ധം, ഇവ പ്രതിനിധീകരിക്കുന്ന ഭാവമാണ്. ഗുരുവിന്റെ ദൃഷ്ടി ഇവിടെ ഒരു ദൈവ അനുഗ്രഹമാണ്. വിവാഹ ആഗ്രഹം ഉള്ളവർക്ക് ഒരു ശുഭദിശ ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഒരു ശ്രദ്ധ, ഈ ഘട്ടം വിവാഹ ചർച്ചകൾ ആരംഭിക്കാൻ ഏറ്റവും ഉചിതമായ ഒരു ഗ്രഹനിലയാണ്. ഇതിനകം വിവാഹം കഴിഞ്ഞ ദമ്പതിമാർക്ക് ഈ ഘട്ടം ഒരു ഹൃദയ ഉണർവ് ആകും. ഒരു പഴയ ദൂരം ഇല്ലാതാകും. ഒരു തെറ്റ് ഒഴിഞ്ഞുമാറും. ഒരു ഇന, ഒരു നിമിഷം, ഒരു ആർദ്രഭാഷണം, ഇവ ഒരു ഐക്യം ഉണ്ടാക്കും. ഒരു ദമ്പതിയും ഒരേ ദിശയിൽ ആയിരിക്കണം. ആ ദിശ ഒരു ദൈവ ഇഷ്ടം ആകട്ടെ. ഗ്രഹ ഊർജം ദമ്പതിമാർ ഒരേ ദിശയിൽ ആകുമ്പോൾ ഒരു ദൈവശക്തി ആ ഗ്രഹത്തിൽ ഇറങ്ങിവരുന്നു. ഒരു ജാഗ്രത ഇവിടെ ഉണ്ട്. ശനിയും രാഹുവും ഈ ഘട്ടത്തിൽ ബന്ധങ്ങളിൽ ചില ഉരസലുകൾ ഉണ്ടാക്കും. ഒരു വാക്ക് ഒരു ഉലച്ചിലാകും. ഒരു ഒഴിഞ്ഞ നിമിഷം ഒരു ശൂന്യത ഉണ്ടാക്കും. ഈ ഘട്ടത്തിൽ ഇണകൾ തമ്മിൽ ഒരു ഗ്രഹദ്വന്ദ്വം ഉണ്ടാകും. ഒരു കാര്യം ഓർക്കണം, ഒരു ഉരസൽ ഒരു ഒടിയലല്ല. ഉരസൽ ഒരു ഉണർവ് ആണ്. ആ ഉണർവ് ഉൾക്കൊണ്ടാൽ ബന്ധം ഒന്നുകൂടി ഉറക്കും. തള്ളിക്കളഞ്ഞാൽ ഒരു ഉലച്ചിലാകും. പ്രണയ ജീവിതത്തിൽ ഈ ഘട്ടം ഒരു ദൈവ ഇഷ്ടത്തിന്റെ ഒരു ഘട്ടമാണ്. ഒരു പ്രണയ ഓഫർ ഈ ഘട്ടത്തിൽ ഉണ്ടാകും. ഒരു ഹൃദയ ആഗ്രഹം ഒരു ദൈവ നിമിഷം ആകും. ആ നിമിഷം ആൽത്തൊടുകൂടാതെ ഒഴിഞ്ഞു പോകരുത്. ഗ്രഹ ഊർജം ഒരു ദൈവദൂതൻ ആയി ഒരു ഹൃദയ സന്ദേശം കൊണ്ടുവരുന്നു. ആ സന്ദേശം കേൾക്കണം. കുടുംബജീവിതത്തിൽ ഒരു മൂത്ത ഒരു ദൈവശക്തി ഇക്കാലത്ത് ഒരു ശ്രദ്ധ ആകർഷിക്കും. ഒരു മാതാവ്, ഒരു പിതാവ്, ഒരു മുതിർന്ന ബന്ധു, ഇവരിൽ ആരെങ്കിലും ഒരു ഗ്രഹദോഷഫലം അനുഭവിക്കും. ആ ഘട്ടത്തിൽ ഒരു ദൈവഭക്തി, ഒരു ഹൃദയ ആർദ്രഭാഷണം ഒരു ദൈവദൂതൻ ആകും. കുടുംബ ഐക്യം ഈ ഘട്ടത്തിൽ ഒരു ആഭരണമാണ്. ഒരേ ദൈവദിശയിൽ ഒരു കുടുംബം ഒന്നിക്കുമ്പോൾ ഒരു ദൈവശക്തി ആ ഗ്രഹത്തിൽ ഇറങ്ങിവരുന്നു. ആ ഗ്രഹം ഒരു ദൈവ ആരാധഗ്രഹം ആകുന്നു. ആരോഗ്യകാര്യങ്ങളിൽ ഈ ഘട്ടം മിഥുനം രാശിക്കാർക്ക് വളരെ ശ്രദ്ധ ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ്.
ശനിയുടെ സ്ഥാനം ശരീരത്തിൽ ഒരു തരം ക്ഷീണം അനുഭവപ്പെടുത്തും. ഇത് ബാഹ്യമായ ക്ഷീണം മാത്രമല്ല, ഉള്ളിൽ ആഴത്തിൽ അനുഭവപ്പെടുന്ന ഒരു മാനസിക ഭാരം കൂടിയാണ്. ദിവസങ്ങൾ കഴിയുന്തോറും ചിലർക്ക് ഉറക്കക്കുറവ്, ഉത്കണ്ഠ, തലവേദന എന്നിവ കൂടുതലായി അനുഭവപ്പെടാൻ ആരംഭിക്കും. ഇതൊരു ശാരീരിക പ്രശ്നം മാത്രമായി കാണരുത്. ഇത് നിങ്ങളുടെ ആത്മാവ് നൽകുന്ന ഒരു സൂചനയാണ്. ഒന്ന് നിർത്തൂ, ഒന്ന് ശ്വസിക്കൂ, ഒന്ന് സ്വയം ശ്രദ്ധിക്കൂ എന്ന്. ഭക്ഷണക്രമത്തിൽ ഈ ഘട്ടത്തിൽ വലിയ ജാഗ്രത വേണം. അമിതമായ എരിവും ഉപ്പും ഒഴിവാക്കുക. ഉദരരോഗങ്ങൾ, ദഹനപ്രശ്നങ്ങൾ, ത്വക്ക് സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവ ഈ ഘട്ടത്തിൽ ചിലർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഡോക്ടറുടെ ഉപദേശം തേടുന്നതിൽ മടിക്കരുത്. ആരോഗ്യം ഒരു ദൈവദത്തമായ സമ്പത്താണ്. അതിനെ നിസ്സാരമായി കാണരുത്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഈ ഘട്ടം ഒരു ദ്വന്ദ്വ സ്വഭാവം പുലർത്തുന്നു. ഒരു വശത്ത് ബുദ്ധിയുടെ തീക്ഷ്ണത വർദ്ധിക്കുന്നു, മറുവശത്ത് ശ്രദ്ധ ചിതറിപ്പോകുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നു. വിദ്യാർത്ഥികൾക്ക് ഈ ഘട്ടത്തിൽ പഠനത്തിൽ ഏകാഗ്രത പുലർത്തുക എന്നത് ഒരു വലിയ വെല്ലുവിളിയായി തോന്നും. ബുധൻ ലഗ്നാധിപതി ആണെന്ന കാരണത്താൽ ആ ഗ്രഹത്തിന്റെ ചലനം നേരിട്ട് നിങ്ങളുടെ ചിന്താശക്തിയെ സ്വാധീനിക്കുന്നു. ഈ ഘട്ടത്തിൽ ബുധൻ ശുഭസ്ഥാനത്തു നിൽക്കുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ബൗദ്ധിക ശേഷി അസാമാന്യ ഉയരത്തിൽ എത്തും. ഉത്തരം കിട്ടാതെ പോയ ചോദ്യങ്ങൾക്ക് ആ ദിവസങ്ങളിൽ സ്വയം ഉത്തരം ലഭിക്കും. പ്രതിഭയ്ക്ക് ഒരിക്കലും ഒരു കടമ്പയില്ല, പക്ഷേ അതിനെ ശരിയായ ദിശയിൽ ഉപയോഗിക്കാൻ ഈ ഘട്ടം പഠിപ്പിക്കും. മത്സരപരീക്ഷകൾ, ഗവേഷണ പ്രവർത്തനങ്ങൾ, ഉപരിപഠന സ്വപ്നങ്ങൾ ഇവ ഏറ്റുപിടിക്കാൻ ഈ ഘട്ടം ഒരു ഒളിഞ്ഞ അനുഗ്രഹം നൽകുന്നുണ്ട്. ഗുരുവിന്റെ ദൃഷ്ടി 9ാം ഭാവത്തിലേക്ക് ചെരിയുമ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിനും ദൂരദേശ പഠനത്തിനും വഴി തുറക്കപ്പെടുന്നു. ഈ കാലഘട്ടത്തിൽ അന്യദേശ വിദ്യാഭ്യാസ സ്വപ്നം കൊണ്ടു നടന്നിരുന്നവർക്ക് ഒരു അപ്രതീക്ഷിത അവസരം കൈവരും. വഴി ഒഴുകിവരുന്ന ഭാഗ്യത്തെ നിരസിക്കരുത്. ജീവിതത്തിൽ ചിലപ്പോൾ ഭഗവാൻ ഒരു വാതിൽ തുറക്കും. ആ വഴി ഇറങ്ങിച്ചെല്ലാൻ ധൈര്യം വേണം, അത്രമാത്രം. യാത്രകളുടെ കാര്യത്തിൽ ഈ ഘട്ടം ഒരു ഇരുതലമൂർച്ചയുള്ള വാളിന്റെ രൂപത്തിൽ നിൽക്കുന്നു. ദൂരയാത്രകൾ, വിദേശ അവസരങ്ങൾ, തൊഴിൽ സംബന്ധമായ യാത്രകൾ ഇവ ഈ ഘട്ടത്തിൽ ഫലദായകമാകും. ചിലർക്ക് ദീർഘകാലമായി കാത്തിരുന്ന വിദേശ വിസ അനുകൂലമായ ഒരു ഘട്ടത്തിൽ ലഭ്യമാകും. ഈ ഭൂമിയുടെ ഒരു കോണിൽ ഒതുങ്ങി നിൽക്കേണ്ടവരല്ല നിങ്ങൾ. ഗുരുവിന്റെ ആശീർവാദം നിങ്ങൾക്ക് ലോകം തന്നെ ഒരു ക്ഷേത്രമാക്കി മാറ്റും. എന്നാൽ ദീർഘയാത്രകൾക്കിടയിൽ ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത ആവശ്യമാണ്. ചിലർക്ക് യാത്രകൾ ക്ഷീണകരമായി അനുഭവപ്പെടും. ഒരു നിമിഷം ശ്വസിക്കൂ. ഓരോ ചുവടും ബോധപൂർവമായ ഒരു തെരഞ്ഞെടുപ്പായിരിക്കട്ടെ. ഒളിഞ്ഞ അപകടങ്ങളുടെ കാര്യത്തിൽ ഈ ഘട്ടം ഒരു ജാഗ്രതയുടെ കാലമാണ്. ചതിക്കുഴികൾ ഒളിഞ്ഞിരിക്കുന്ന ഭൂമി ചവിട്ടി നടക്കുന്ന ഒരു ഘട്ടമായി ഇതിനെ കാണണം. ശത്രുക്കൾ, ഒളിഞ്ഞ ഗൂഢാലോചനകൾ, കള്ളരേഖകൾ, ചതി ഇവ ഈ ഘട്ടത്തിൽ ചിലർക്ക് ചെറിയ തോതിൽ ഉണ്ടായേക്കും. ഒരു ജ്ഞാനിയുടെ ചിരിയോടെ ഓർക്കൂ. ആഴം അറിഞ്ഞു നടക്കുന്നവൻ ആരും ഒരു കുഴിയിലും വീഴില്ല. നിങ്ങളുടെ ജ്ഞാനം ഈ ഘട്ടത്തിൽ ഏറ്റവും വലിയ ആയുധമാണ്. ആർക്കും കൈ നീട്ടിക്കൊടുക്കും മുൻപ് ഒരു നിമിഷം ആ മനുഷ്യനെ ഉള്ളിൽ നിന്നു കാണും. ആ കണ്ണ് ഒരിക്കലും നിങ്ങളെ തോൽപ്പിക്കില്ല. അപ്രതീക്ഷിത നേട്ടങ്ങളുടെ കാര്യത്തിൽ ഈ ഘട്ടം ഒരു ആകർഷണീയ ഊർജം ഉൾക്കൊള്ളുന്നു. ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ഒരു ദിശയിൽ നിന്ന് ഒരു ദൈവദത്തമായ ഉപഹാരം വന്നുചേരും. ഇത് ഒരു ധനലാഭം ആകാം, ഒരു ബന്ധം ആകാം, ഒരു ജോലി ആകാം, അല്ലെങ്കിൽ ഒരു ആന്തരിക ഉണർവ് ആകാം. ഏത് രൂപത്തിൽ വന്നാലും അത് ദൈവം നൽകുന്ന ഒരു സ്നേഹസ്പർശമാണ്. ആ നിമിഷം ഭഗവാനോട് ഒരു ഹൃദയനന്ദി അർപ്പിക്കൂ. കൃതജ്ഞതയുള്ള ഒരു ഹൃദയത്തിൽ ഭഗവാൻ സദാ കുടിയിരിക്കും. ഇനി ഈ ജന്മത്തിൽ ഒരിക്കൽ മാത്രം ഉദിക്കുന്ന ഒരു അപൂർവ കോസ്മിക് നിമിഷത്തെക്കുറിച്ച് പറയേണ്ടതുണ്ട്. മിഥുനം രാശിക്കാർക്ക് ഈ ഘട്ടം ഒരു ജ്യോതിർമയമായ തിരിച്ചുവരവിന്റെ ഘട്ടമാണ്. യുഗങ്ങളായി ആത്മാവ് ചുമന്നു നടന്ന ഒരു കർമ്മഭാരം, ആ ഭാരം ഈ ഘട്ടത്തിൽ ഇറക്കി വെക്കപ്പെടും. ഇത് ഒരു ജ്യോതിഷ ഭാഷ്യം മാത്രമല്ല, ഇത് ഒരു ആത്മീയ സത്യമാണ്. ശനി, ഗുരു, രാഹു ഈ ത്രിമൂർത്തി ഗ്രഹസ്ഥാനങ്ങൾ ഒരേ സമയം ഒരേ ദിശയിൽ ചലിക്കുന്ന ഈ നിമിഷം ആയിരക്കണക്കിന് വർഷങ്ങൾക്കൊരിക്കൽ ഉണ്ടാകുന്ന ഒരു ദൈവീക ക്രമീകരണമാണ്. ഈ ഭൂമിയിൽ ജനിച്ചതിന് ഒരു ഉദ്ദേശ്യമുണ്ട്. ഓരോ ആത്മാവിനും ഒരു ദൗത്യമുണ്ട്. മിഥുനം രാശിക്കാർ ഈ ഘട്ടത്തിൽ ആ ദൗത്യത്തിലേക്ക് ഉണരുന്നു. ഉള്ളിൽ ഒരു ചോദ്യം ഉടലെടുക്കും. ഞാൻ ആരാണ്? ഞാൻ എന്തിനു ജനിച്ചു? ഈ ചോദ്യങ്ങൾ ഭയപ്പെടേണ്ടതല്ല. ഇത് ആത്മജ്ഞാനത്തിന്റെ ഒരു കവാടം തുറക്കുന്ന ദൈവീക ക്ഷണമാണ്. ഈ ക്ഷണം ലഭിക്കുന്ന ഓരോ ഹൃദയവും ഭഗവാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു ആത്മാവാണ്. ജ്യോതിഷ ഗ്രന്ഥങ്ങൾ പറയുന്നു, ഒരു ഗ്രഹപരിവർത്തനം ഒരു പരിവർത്തനം ആകണമെന്നില്ല. എന്നാൽ ഈ ഘട്ടത്തിൽ ഗ്രഹപരിവർത്തനം തന്നെ ഒരു ജന്മപരിവർത്തനത്തിന്റെ ഗതി മാറ്റുകയാണ്. ജന്മജന്മാന്തരങ്ങളായി നിങ്ങൾ ചെയ്ത ഒരു ധർമ്മകർമ്മത്തിന്റെ ഫലം ഈ ഘട്ടത്തിൽ പൂർണ്ണതയിൽ പ്രകടമാകുന്നു. ആ ഫലം ദൃശ്യമായ ഒരു ഭൗതിക ലാഭം ആകണമെന്നില്ല. ചിലർക്ക് അത് ഒരു ആത്മീയ ഉണർവ് ആയിരിക്കും, ചിലർക്ക് ഒരു ബന്ധ പുനർജനനം ആയിരിക്കും, ചിലർക്ക് ഒരു ദീർഘസ്വപ്നത്തിന്റെ സഫലീകരണം ആയിരിക്കും. ഈ കോസ്മിക് തിരിച്ചുവരവ് ഒരു ക്ഷണനേരത്തിൽ സംഭവിക്കുന്ന ഒന്നല്ല. ഇത് ഒരു ഒഴുക്കാണ്. നദി കടലിൽ ലയിക്കുന്ന ആ നിശബ്ദ, ആഴമേറിയ ഒഴുക്ക്. ഈ ഒഴുക്കിനെ ചെറുക്കരുത്.
ഇതിൽ ഒഴുകൂ. ഭഗവാന്റെ ഹൃദയത്തിലേക്ക് ഒഴുകൂ. ആ യാത്ര ഒരിക്കലും വ്യർത്ഥമാവില്ല. ഈ ഭൂമിയിൽ ജനിക്കുന്ന ഓരോ ആത്മാവും ഒരു ദൈവീക ഉദ്ദേശ്യത്തിനായി ജനിക്കുന്നു. ആ ഉദ്ദേശ്യം ഈ ഘട്ടത്തിൽ മിഥുനം രാശിക്കാർക്ക് സ്ഫടികസ്പഷ്ടമാകും. ആ നിമിഷം ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചറിവ് ആകും. പ്രിയ മിഥുനം രാശിക്കാരെ, ജീവിതം ഒരിക്കലും നിങ്ങളെ ഒറ്റയ്ക്ക് വിടില്ല. ആ പ്രപഞ്ചം നിങ്ങൾക്കൊപ്പമുണ്ട്. ഈ ഘട്ടത്തിലെ ഓരോ കടമ്പയും ഒരു ദൈവദൂതന്റെ ഒരു ദൗത്യമാണ്. ആ ദൗത്യം നിറവേറ്റാനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിൽ ഉറഞ്ഞുകിടക്കുന്ന ഒരു തീജ്വാലയാണ്. ആ തീ ഒരിക്കലും കെടാൻ അനുവദിക്കരുത്. ഇരുട്ടിന്റെ ഓരോ നിമിഷവും ഒരു പ്രഭാതത്തിലേക്കുള്ള ഒരു ചുവട് മാത്രമാണ്. ഈ ഘട്ടത്തിൽ നിരാശ ഒരു സഹയാത്രിക ആകരുത്. ഭഗവത്ഗീത പറയുന്നു, ഒരു കർമ്മയോദ്ധാവ് ഒരിക്കലും ഫലത്തിൽ ഭ്രമിക്കുന്നില്ല, ഫലം ഭഗവാനിൽ അർപ്പിക്കുന്നു. ഈ ജ്ഞാനം ഈ ഘട്ടത്തിൽ നിങ്ങളുടെ ആയുധം ആകട്ടെ. ഓരോ ദിനവും ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഭഗവാനോട് ഒരൊറ്റ വാക്ക് ചോദിക്കൂ, എന്നെ ശരിയായ ദിശയിൽ നയിക്കൂ എന്ന്. ആ ഒരൊറ്റ പ്രാർത്ഥന 1000 ദോഷപരിഹാരങ്ങൾക്ക് തുല്യമാണ്. ഭഗവാൻ ഒരിക്കലും ആ ഒരൊറ്റ ഹൃദയനാദം ബധിരനായി കേൾക്കുകയില്ല. ഈ ഘട്ടം കഠിനമാണ്. ഇക്കാര്യം ഒരിക്കലും നിഷേധിക്കുന്നില്ല. ഓരോ ദിവസവും ഒരു പരീക്ഷ ആകുന്ന ഒരു ഘട്ടത്തിൽ ആ പരീക്ഷ ജയിക്കുന്ന ഓരോ ആത്മാവും ഒരു ദൈവദൂതനായി മാറുകയാണ്. ഈ ഭൂമിയിൽ ദൈവദൂതന്മാർ ദേവലോകത്ത് ജനിക്കുന്നവരല്ല. ദുഃഖം ഏറ്റുവാങ്ങി അതിൽ ഉടഞ്ഞു വീഴാതെ ഉയർന്നു നടക്കുന്ന സാധാരണ മനുഷ്യരാണ്. നിങ്ങൾ ആ ദൈവദൂതനാണ്. ഈ ജീവിതത്തിന്റെ ഓരോ ഏടും ഭഗവാൻ നിങ്ങൾക്കു വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രണയകാവ്യമാണ്. ആ കാവ്യം ഇനിയും തുടരും. ഏറ്റവും സുന്ദരമായ ഏടുകൾ ഇനിയും ബാക്കിയാണ്. മിഥുനം രാശിക്കാരെ, ഈ ഘട്ടത്തിൽ ഒരു കാര്യം ഓർക്കൂ. ഗ്രഹങ്ങൾ ചലിക്കും, ഗ്രഹസ്ഥാനങ്ങൾ മാറും, കാലഘട്ടങ്ങൾ കടന്നുപോകും. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഉള്ള ആ ആത്മജ്യോതിസ്, ആ ജ്വാല ഒരിക്കലും അണഞ്ഞു പോകുന്നില്ല. ഭഗവത്കൃപ ഒരു ഋതുഭേദം അറിഞ്ഞ് ചൊരിയുന്ന ഒന്നല്ല. അത് ഒരു അനന്തധാരയാണ്. ആ ധാര ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു ഉൾക്കടലിന്റെ ആഴത്തിൽ ലഭ്യമാണ്. ആ ആഴത്തിലേക്ക് ഇറങ്ങൂ. ഭഗവാനെ കണ്ടെത്തൂ. ഈ ഘട്ടം ജയിക്കൂ. ജീവിതം നിങ്ങളെ ഒരിക്കലും ആശപ്പെടുത്തില്ല. കാരണം ആ ജീവിതം തന്നെ ഭഗവാൻ നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ ഉപഹാരമാണ്.